നമസ്കാരം. ദിലീപ് കേസ് വിധിയെക്കുറിച്ച് 3 വർഷം മുൻപ് മുൻ DGP ആയിരുന്ന ശ്രീലേഖ IPS സ്വന്തം യൂട്യൂബ് ചാനലിൽ വിശദമായ ഒരു വീഡിയോ ചെയ്തിരുന്നു. ദിലീപ് ഈ ഒരു കേസിൽ എന്തുകൊണ്ട് നിരപരാധിയാണെന്ന് താൻ പറയുന്നു എന്ന കാര്യം ഉൾപ്പെടെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. 2017 ഫെബ്രുവരി മാസം തെന്നിന്ത്യയിലെ ഒരു പ്രമുഖ നടിയെ കുറച്ചു പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവം നടന്നത്. ആ സമയം ഞാൻ ജയിൽ വകുപ്പ് DGP ആയിരുന്നു, ജയിൽ മേധാവിയായിരുന്നു. നമ്മളെല്ലാവരും ഒരുപോലെ ഞെട്ടിപ്പോയ ഒരു സംഭവമാണത്. പക്ഷേ ഇതിൻ്റെ വിശദ വിവരങ്ങൾ പതിയെ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ ഇതിലെനിക്ക് യാതൊരു സംശയവും തോന്നിയില്ല. കാരണം ഇതിൽ അന്ന് ഉൾപ്പെട്ടിരുന്ന പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ 1-2 പേര് മാത്രമാണ് ആദ്യമായിട്ട് കുറ്റം ചെയ്തവർ. ബാക്കി എല്ലാവരും മുൻ കേസുകളിൽ പ്രതികളാണ്. പ്രത്യേകിച്ച് ഈ പൾസർ സുനിക്ക് വളരെ മോശമായ ഒരു പശ്ചാത്തലമുണ്ട്. എനിക്കിതിനെക്കുറിച്ച് അറിയാവുന്നത്, ഞാൻ എറണാകുളത്ത് 12 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. കൂടാതെ DIG ആയി റേഞ്ചിലും IG ആയി സെൻട്രൽ സോണിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് സിനിമാ മേഖലയിലുള്ള പലരും എൻ്റെ അടുത്ത് പല കാര്യങ്ങൾക്കായി വന്നിട്ടുണ്ട്. എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന 2-3 നടിമാർ എന്നോട് ഇയാളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ പല ഭാഷകളിലും അഭിനയിച്ച് വന്നിരുന്ന സമയത്ത് പലതും പറഞ്ഞ് അടുത്തുകൂടി ഡ്രൈവറായിട്ട് വന്ന് വിശ്വാസ്യത പിടിച്ചു പറ്റി തട്ടിക്കൊണ്ടുപോയി മൊബൈലിൽ ഇതുപോലെ ചിത്രങ്ങൾ പിടിച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 പേരോട് ഞാൻ കുറച്ച് രൂക്ഷമായിട്ട് സംസാരിക്കുകയും ചെയ്ത്, എന്തുകൊണ്ടാണ് പോലീസിൽ പറയാത്തത്, നമുക്കത് കേസാക്കി ഇയാളെ അകത്താക്കായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടികൾ എന്നോട് പറഞ്ഞത് അത് എൻ്റെ ഒരു കരിയർ നശിക്കേണ്ട എന്ന് വിചാരിച്ചും, കൂടാതെ പോലീസിൻ്റെ പുറകെ കേസുമായിട്ടൊക്കെ പോകണ്ട എന്നുള്ളത് കൊണ്ടും, ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാനഹാനി എനിക്കാണ് എന്നറിയാവുന്നത് കൊണ്ടും ഞാൻ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് എനിക്കറിയാം. ഇതിൽ 2-3 നടികളുടെ കാര്യം പുറത്ത് വന്നിട്ടുണ്ട്. പിന്നീട് ഇത് കുറേ പേരത് പറയാതെ ഇരുന്നിട്ടുണ്ട്. അപ്പം ഇയാളുടെ ആ സ്വഭാവം അതാണ് എന്നറിയാവുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഒരു ദിവസം രാത്രി സന്ധ്യയ്ക്ക് ഈ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നതിൽ എനിക്ക് യാതൊരു സംശയവും ഇപ്പോഴും ഇല്ല, അന്നും ഇല്ല. ഈ കേസിൽ ഉൾപ്പെട്ട 6 പ്രതികളിൽ 4 പേരെ നേരത്തെ പിടിച്ചിരുന്നു. 2-3 ദിവസത്തിനകം തന്നെ പോലീസ് വളരെ കാര്യക്ഷമമായി ഇതിനകത്തുനിന്ന് 4 പ്രതികളെ പിടിച്ചു. അതിൻ്റെ മുഖ്യ പ്രതിയായ പൾസർ സുനി വേറൊരാളും ഒളിവിലായിരുന്നു. വിജീഷ് ആണെന്ന് തോന്നുന്നു. ഈ 2 പേരെയും പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് കോടതിയിൽ സറണ്ടർ ചെയ്യാൻ പോകുമ്പോൾ പ്രതിക്കൂട്ടിൽ നിന്ന് മജിസ്ട്രേറ്റ് ഇല്ലാതിരുന്ന സമയത്ത് വലിച്ചഴിച്ചു കൊണ്ട് പോയത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ പോലീസിനോട് എനിക്ക് ഭയങ്കരധികം സന്തോഷവും തോന്നി, മിടുക്കര് എന്ന് തോന്നി. കോടതിയിൽ സറണ്ടർ ചെയ്ത് പിടിച്ചോണ്ട് പോകുന്നതിനേക്കാളും പോലീസ് നേരിട്ട് പിടിച്ചോണ്ട് പോകുമ്പോൾ അവർ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പോലീസിനോട് തുറന്ന് പറയും. അതുമല്ല, ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്, കോടതിയിൽ ഇങ്ങനെ അയാള് നമ്മൾ TV കണ്ട ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, അഴിയിലിങ്ങനെ അള്ളിപ്പിടിച്ച് കിടന്ന് ഇങ്ങനെ പോകാൻ വിസമ്മതിച്ച് അവസാനം 4-5 പോലീസുകാർ ചെന്നുള്ള കൈയൊക്കെ വിടുവിപ്പിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോയി ജീപ്പിലിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. 2 പേരെ അതുപോലെയാണ് കൊണ്ടുപോയത്. അതുപോലെ കൊണ്ടുപോയി നല്ല രീതിയിൽ ചോദ്യം ചെയ്താൽ സത്യമെല്ലാം തെളിയുമല്ലോ എന്നുള്ള ഒരു ധാരണ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. എനിക്കും പോലീസിൻ്റെ അന്വേഷണത്തെ 100% വിശ്വാസമായിരുന്നു ആ സമയം. അങ്ങനെ കേസ് തെളിഞ്ഞു. ഇവർ ജയിലിലായി. കുറേ നാൾ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. 2 ആഴ്ചത്തോളം പോലീസ് കസ്റ്റഡിയിൽ വെച്ച ശേഷമാണ് പിന്നീട് ജയിലിലായത്. അങ്ങനെ പിടിച്ചുകൊണ്ട് പോയ ഒരു വ്യക്തി, അതായത് പോലീസ് ഇതുപോലെയുള്ള ഒരു അന്തരീക്ഷത്തിൽ പിടിച്ചു വലിച്ച് ഫോഴ്സ് ഉപയോഗിച്ച് കൊണ്ടുപോയി പോലീസിൻ്റെ കസ്റ്റഡിയിൽ 2 ആഴ്ച നിൽക്കുന്ന ഒരു വ്യക്തി, അവനെ കൊണ്ട് ഒരാൾ ഇത് ചെയ്യിച്ചതാണെന്നുണ്ടെങ്കിൽ ആ സമയം അയാളത് പറയും, അന്നേരം തന്നെ പറയും, അന്ന് ആ ദിവസം തന്നെ പറയും. കാരണം എൻ്റെ പോലീസ് അനുഭവം കൊണ്ടും പോലീസിൽ ജോലി ചെയ്ത എല്ലാ വ്യക്തികൾക്കും, ഒരു ദിവസമെങ്കിലും ജോലി ചെയ്ത വ്യക്തികൾക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ്, ഫോഴ്സ്ഫുള്ളായിട്ട് പോലീസ് ചേർന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ ഞാൻ മാത്രമല്ല ഇതിൻ്റെ കുറ്റവാളി, ഇതൊരു കൊട്ടേഷനാണ്, എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണ് എന്ന് ആ നിമിഷം ആ ദിവസം പറയും. പക്ഷെ ഇയാൾ ഇത് പറഞ്ഞില്ല. ശരിക്കും ഒരാളെ കൊണ്ട് അത് ചെയ്യിച്ചതാണെന്നുണ്ടെങ്കിൽ, കൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ നിമിഷം പറയും. നമ്മൾ ഒരുപാട് കേസുകളിൽ കണ്ടിട്ടുള്ളതാണ്. ഇവന്മാര് കൊട്ടേഷൻ ഗ്യാങ് ആണോ അല്ലയോ എന്നുള്ളതിൽ ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്. കാരണം ഇവർ ചെയ്ത മുൻകാല പ്രവൃത്തികൾ മുഴുവനും സ്വയം കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടും ആളുകളെ ഭീഷണിപ്പെടുത്തി പൈസ തട്ടാനുമായിരുന്നു. അതൊരു കൊട്ടേഷന് വേണ്ടി ഇതിനു മുമ്പ് ഇവന്മാരെ ഉപയോഗിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഇതൊരു കൊട്ടേഷൻ എന്നുള്ള രീതിയിൽ വരുന്നത്, അതും മാസങ്ങൾക്ക് ശേഷം.
ഈ സംഭവം നടന്ന് ഇവർ അറസ്റ്റിലായി 3 മാസത്തിന് ശേഷം പെട്ടെന്ന് ഒരു പത്രത്തിലൊരു വാർത്ത പുറത്തു വരികയാണ്. ഇതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നും. അത് കണ്ടപ്പോഴും എനിക്ക് അസ്വാഭാവികമായിട്ട് തോന്നിയില്ല. പോസിബിൾ ആണ്, ശരിയായിരിക്കാം, ചെയ്തിരിക്കാം എന്ന്. ആദ്യം അറിഞ്ഞത് ജയിലിൽ കിടക്കമേ ഈ ആള് പൾസർ സുനി അല്ല, അയാളുടെ സഹതടവുകാരൻ ദിലീപ് എന്ന് പറയുന്ന നടന്റെ സുഹൃത്തായ നാദിർ ഷായെ ഫോണിൽ വിളിച്ചു എന്ന്. അപ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് ഫോൺ വിളി എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഭയങ്കര ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന കാര്യമാണ്. 3 മാസമായിട്ട് ജയിലിൽ കിടന്നിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് ജയിലിൽ നിന്ന് ഒരു ഫോൺ പോയി എന്നറിയുന്നത്. അതിൻ്റെ പശ്ചാത്തലം ഒരു ജയിൽ മേധാവി എന്നുള്ള നിലയിൽ ഞാൻ അന്വേഷിച്ചു. പിന്നീട് ഒരു മാധ്യമത്തിലൂടെ ഞാൻ കണ്ടു, വളരെ കാഷ്വലായിട്ട് അതിലൊരാൾ പറയുന്നു, ഒരു സഹതടവുകാരൻ പറയുന്നു, ആ ഫോൺ അവൻ കോടതി പോയപ്പോൾ കടത്തിക്കൊണ്ട് വന്നതാണ്. വിചാരണ തടവുകാരനായതുകൊണ്ട് 14 ദിവസത്തേക്ക് മാത്രമാണ് റിമാൻഡിൽ കഴിയാനായിട്ട് കോടതി അംഗീകരിക്കുക. 14 ദിവസം കഴിയുമ്പോഴേക്കും പോലീസുകാർ തന്നെ വന്ന് ഇവരെ വിളിച്ചുകൊണ്ട് പോകും. അതിൻ്റെ രീതി എന്ന് പറയുന്നത് പോലീസുകാർ ജയിലിൻ്റെ മുന്നിൽ വന്ന് കാത്തു നിൽക്കും. ജയിൽ ഓഫീസേഴ്സ് ഈ പ്രതികളെ റെഡിയാക്കി എല്ലാ ദേഹപരിശോധന മുഴുവനും നടത്തിയിട്ട് ശരീരത്തിൽ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പുറത്ത് കൊണ്ടുപോയി പോലീസ് ഓഫീസേഴ്സിനെ ഹാൻഡ് ഓവർ ചെയ്യും. പോലീസ് ഓഫീസേഴ്സ് ഇവനെ വണ്ടി കയറ്റി കോടതിയിൽ കൊണ്ടുപോകും. റിമാൻഡ് എക്സ്റ്റൻഷനാണോ ജാമ്യമാണോ എന്താണെന്ന് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ജയിലിൻ്റെ വാതിലിൽ വെച്ച് പോലീസ് ഓഫീസേഴ്സ് ജയിൽ ഓഫീസേഴ്സിന് ഇവരെ ഹാൻഡ് ഓവർ ചെയ്യും. ജയിൽ ഉദ്യോഗസ്ഥർ ഇവരെ വീണ്ടും ശരീരവും വസ്ത്രവും എല്ലാം വളരെ തറവായിട്ട് പരിശോധിക്കും. അതിലൊരു മുറിയുണ്ട്, വസ്ത്രം അയച്ചു തന്നെ പരിശോധിക്കും, എല്ലാം പരിശോധിക്കും. അതിനുശേഷമാണ് ഇവരെ അകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ അതിലൊരു സഹതടവുകാരൻ പറഞ്ഞത്, ഇതുപോലെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അയാൾ ചെരുപ്പിൻ്റെ അകത്ത് ഒളിച്ചു വെച്ച നിലയിൽ ഫോൺ കൊണ്ടുവന്നു എന്നാണ്. അതൊട്ടും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ചെരുപ്പിൻ്റെ അകത്ത് ഒളിച്ചു വെക്കാൻ ഫോൺ പറ്റില്ല. ഒരു ഷൂ ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇവർക്ക് ചെരുപ്പല്ലാതെ അനുവദിക്കില്ല. പലപ്പോഴും ഇവരുടെ ചെരുപ്പുകൾ നമ്മൾ വേറെ വഴിയിലൂടെയാണ് അകത്തേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കുന്നത്. പുറത്തിടുന്ന ചെരുപ്പുകൾ അകത്ത് ഉപയോഗിക്കാൻ സമ്മതിക്കാറില്ല. അകത്ത് പ്രത്യേക ചെരുപ്പാണ്, അത് മുഴുവനും ക്ലോസ് ആയിട്ട് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് ഒളിച്ചു വയ്ക്കാനൊന്നും പറ്റില്ല. എന്നാൽ കാക്കനാട് ജയിലിലായിരുന്നല്ലോ കിടന്നിരുന്നത്. എല്ലാ സെല്ലുകളിലും വീഡിയോ ക്യാമറയുണ്ട്. അപ്പം അങ്ങനെ വീഡിയോ ക്യാമറ ഇട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ പൾസർ സുനി കിടന്നുകൊണ്ട് കുറേ നേരം ഇങ്ങനെ തിരിച്ചും മറിഞ്ഞും കിടന്നുകൊണ്ട് വളരെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതും ഫോണിൻ്റെ ഒരു റിഫ്ലക്ഷൻ മതിലിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നതായിട്ടും കണ്ടതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു, പക്ഷെ ഇവരത് സമ്മതിച്ചില്ല. മൊബൈൽ ഫോണിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്, ലാൻഡ് ഫോണിൽ നിന്നല്ല വിളിച്ചിരിക്കുന്നത്. ആ നമ്പർ അവൻ എവിടെ നിന്ന് കിട്ടി, എങ്ങനെ വിളിച്ചു എന്നൊക്കെയുള്ള അന്വേഷണം വന്നപ്പോൾ ഞങ്ങൾ അവൻ്റെ സഹതടവുകാരെയും ഒരുപാട് ചോദ്യം ചെയ്തെങ്കിലും അതിൽ നിന്നൊന്നും അവർ പറഞ്ഞില്ല. അവരൊരിക്കലും പറയില്ലല്ലോ. ഈ പൾസർ സുനിയോട് ഞാനും നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. വായെടുത്ത കള്ളമല്ലാതെ വേറൊന്നും പറയാത്ത ഒരു വ്യക്തിയാണ്. ഒരു പ്രാവശ്യം പറഞ്ഞതുപോലെ ആയിരിക്കില്ല പിറ്റേ ദിവസം പറയുന്നത്. പിന്നീട് ഞങ്ങൾ കുറച്ചും കൂടെ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടു. അവനെയും അവൻ്റെ കൂട്ടുകാരെയും കോടതിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന ഒരു പോലീസുകാരൻ ജയിലിന്റെ ഗേറ്റ് കടന്നും അകത്തേക്ക് വന്നു. അത് ജയിൽ ഓഫീസേഴ്സ് അയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അയാളെ നിക്ക് ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് അവരെ ജയിൽ ഓഫീസേഴ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ പോലീസുകാരൻ ഈ തടവുകാരെയും കൊണ്ട് അകത്ത് വരികയും അവർ തമ്മിൽ പൾസർ സുനിയുമായിട്ട് അയാൾ ചെവിയിൽ എന്തോ രഹസ്യമായിട്ട് സംസാരിക്കുന്നതും എന്തോ കൈമാറുന്നത് പോലെ നടന്നു എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ കിട്ടിയായിരുന്നു. ഒരു ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പോലീസുകാരനായിരിക്കണം തീർച്ചയായിട്ടും ആ ഫോൺ ഇവൻ്റെ കയ്യിൽ കൊടുത്തത് എന്നുള്ള ഒരു അസംഷനിലാണ് ഞങ്ങൾ എത്തിയത്. കാരണം ഈ ഫോൺ കോൾ പുറത്താവുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പുറത്താവുന്ന സമയം കൊണ്ട് 2 ആഴ്ച കഴിഞ്ഞിരുന്നു. ഫോൺ കയറ്റിക്കൊണ്ടുവരാനും തിരിച്ചു കൊണ്ടുപോകാനുമുള്ള സമയം ആ കോടതിയിൽ കൊണ്ടുപോകാനുള്ള പോലീസുകാരുടെ വരവ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അയാൾ കൊണ്ടുവന്നതും പുറത്തു പോയപ്പോഴാണ്, തിരിച്ചു കൊണ്ടുപോയതും പുറത്തോട്ട് പോയ സമയത്താണ്. ഈ ഫോൺ വർഷങ്ങൾക്ക് ശേഷം വേറൊരു കൂട്ടുപ്രതിയുടെ വീട്ടിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് റിക്കവർ ചെയ്തു എന്നൊക്കെ ഞാൻ പത്രത്തിൽ വായിച്ചു. അതിനകത്ത് ഇങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിന് വിശദമായ ഒരു റിപ്പോർട്ട് റെക്കോർഡിംഗ് സഹിതം ഇത് ഞാൻ കൊടുത്തിട്ട് അന്വേഷിക്കണം എന്ന് DGPയോട് അന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷെ അതിൽ എന്ത് അന്വേഷണം നടന്നു എന്നത് പല പ്രാവശ്യം ചോദിച്ചിട്ടും വ്യക്തമായ ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. സ്വാഭാവികമാണ്. കാരണം ജയിലിനകത്ത് വെച്ച് കൊണ്ടുവരുന്ന ഒരുപാട് പ്രതികളെ ഇങ്ങനെ ഇതുപോലെ 3-ാം മുറയൊക്കെ നടത്തിയിട്ട് കൊണ്ടുവരും. അവരോട് സംസാരിച്ച മെഡിക്കൽ റിപ്പോർട്ടിന് ശേഷം ഞാൻ ഇന്ന പോലീസ് സ്റ്റേഷനിൽ വെച്ച ഇന്ന ഉദ്യോഗസ്ഥർ ചേർന്നാണ് ഇവർക്കെതിരെ 3-ാം മുറ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുള്ളതിലൊന്നും
നടപടി ആയിട്ടില്ല. DGPക്ക് കൊടുക്കുന്നതിന് പകരം പിന്നീട് ഞാൻ നേരിട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൊടുക്കാനും ഗവൺമെന്റിന് അയച്ചു കൊടുക്കാനും തുടങ്ങിയിട്ടും നടപടി ആയിട്ടില്ല. അവസാനം അതിന്റെ കോപ്പി ഞാൻ പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ വെച്ചുകൊണ്ട് അയക്കാൻ തുടങ്ങിയിട്ടാണ് 1-2 അന്വേഷണം പേരിന് നടന്നത്. പക്ഷെ അതിലും അവസാനം നടപടിയൊന്നും ആയിട്ടില്ല. കാരണം പ്രതികളെ മർദ്ദിക്കുന്നത് പോലീസിന് വേണ്ടതാണ് എന്നുള്ള ഒരു ധാരണ പൊതുവെ എല്ലാവർക്കും ഉണ്ട്. അത് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ജയിലിലാണെങ്കിലും നിങ്ങൾ ഇഷ്ടം പോലെ മർദ്ദിച്ചോളൂ, അങ്ങനെയാണല്ലോ രീതി എന്നുള്ള മട്ട് നടക്കുന്നുണ്ട്. വളരെ ഷോക്കിംഗ് ആണത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു തിരിമറി നടന്നു എന്നുള്ളതിന്റെ ഒരു റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഞാൻ എന്തിനിങ്ങനെ ഇപ്പൊ പറയുന്നു എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കും. അതായത് എന്തുകൊണ്ട് അപ്പൊ പറഞ്ഞില്ല, എന്തുകൊണ്ട് ഇപ്പൊ പറയുന്നു എന്ന്. ഒരു സർക്കാർ ജോലിയിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ഇതൊന്നും പറയാൻ അധികാരമില്ല. അതിനൊരു ചട്ടമുണ്ട്. ഞങ്ങളെല്ലാവരും പെരുമാറ്റച്ചട്ടത്തിന് വിധേയരായിട്ട് പ്രവർത്തിക്കുന്നവരാണ്, എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും. അറിയിക്കേണ്ടവരെ എല്ലാവരും യഥാസമയം അറിയിച്ചിട്ടുണ്ട്. എല്ലാ കാര്യവും അങ്ങനെയാണ്, അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും നടപടി ഉണ്ടാവാത്തത് ഞാൻ പ്രതിഷേധിച്ചിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. പറയേണ്ട അടുത്ത് മാത്രം ചിലപ്പോൾ മീറ്റിങ്ങുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ സ്നബ് ചെയ്ത് ഇരുത്തിയിട്ടുമുണ്ട്. ജയിലിൽ കിടക്കുന്നവർക്ക് യഥാസമയം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ പോലീസിനെ വിളിച്ചാൽ വരില്ല എന്നുള്ളതുമൊക്കെ ഒരു കളക്ടേഴ്സ് കോൺഫറൻസിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളപ്പോൾ വളരെയധികം ചൂടായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്, കളവാണ്, അത് അറിവില്ലായ്മ കൊണ്ട് പറയുകയാണ് എന്നൊക്കെയുള്ള മട്ടിൽ ഉറക്കെ എല്ലാവരും കേൾക്കെ പറഞ്ഞിട്ടുള്ളതും നല്ല ഓർമ്മയുണ്ട്. അപ്പം അതുകൊണ്ട് അത് സ്നബ് ചെയ്ത് നമ്മളെ ഇരുത്തും, നമ്മളെ പറയാൻ സമ്മതിക്കില്ല. ഏപ്രിൽ മാസം ആയപ്പോഴേക്കും 4 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു കത്ത് എഴുതി എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു രേഖ പുറത്തു വന്നു. ജയിലിൽ നിന്ന് പൾസർ സുനി ദിലീപിന് ഒരു കത്ത് എഴുതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു രേഖ പുറത്തു വന്നു. ആ കത്ത് നിങ്ങൾക്ക് നോക്കിയാൽ നെറ്റിൽ അവൈലബിൾ ആണ്, കാണാൻ പറ്റും. അത് പൾസർ സുനിയുടെ കൈയക്ഷരമല്ല, അവൻ തന്നെ പറഞ്ഞു ഞാൻ എഴുതിയതല്ല, അതെൻ്റെ സഹതടവുകാരനായിട്ടുള്ള വിപിൻ ലാൽ എഴുതിയതാണ് എന്ന് പറഞ്ഞു. ഈ ജയിലുകളിൽ ഒരു മേസ്ത്രി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. എല്ലാ സെല്ലുകളിലും നമ്മളൊരു നേതാവിനെ, ഒരു ക്ലാസ് ലീഡേഴ്സിനെ, മോണിറ്ററിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് പോലെ അതിൽ ഏറ്റവും കൊള്ളാവുന്ന ഒരുത്തനെ ഒരു നേതാവായിട്ട് തിരഞ്ഞെടുത്ത് അയാളെ കൊണ്ടായിരിക്കും റോൾ കോള്, മസ്റ്റർ, ഡിസിപ്ലിൻ, ഭക്ഷണ വിതരണം ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം അങ്ങനെ വിപിൻ ലാൽ ഒരു മേസ്ത്രിയായിട്ട് ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. അയാൾക്കെതിരെയുള്ള കുറ്റം വലിയ കുറ്റമൊന്നുമല്ല, ഒരു ചീറ്റിംഗ് ആയിരുന്നു. അയാൾക്ക് സൂപ്രണ്ടിൻ്റെ മുറിയിലേക്ക് ആക്സസ് ഉണ്ടായിരുന്നു. ഇവർക്ക് ആർക്കും കടലാസോ എഴുതാനുള്ള പേനയോ അല്ലെങ്കിൽ സീലോ ഒന്നും നൽകാറില്ല. അത് ഒരു കത്ത് എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്ന് ചോദിക്കുകയും അതനുസരിച്ചിട്ടുള്ള കത്തിനുള്ള കടലാസും സീലും പേപ്പറും ഒക്കെ കൊടുത്ത ശേഷം അതിനകത്ത് എഴുതിയ ശേഷം അത് വായിച്ച് നോക്കിയിട്ടാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കാറുള്ളത്. ജയിലിൽ എപ്പോഴും അത് ചട്ടമാണ്. കാരണം ഒരുപാട് ഭീഷണികളും ഒരുപാട് കുറ്റങ്ങളും അതിനകത്തിരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവർ അപ്പീലോ അതുപോലെ ആർക്കെങ്കിലും ഉള്ള റിക്വസ്റ്റോ വീട്ടുകാർക്കുള്ള കത്തോ എന്താണെങ്കിലും അത് എഴുതുന്നത് പബ്ലിക്കായിട്ടാണ്, രഹസ്യമായിട്ടുള്ള പരിപാടിയൊന്നും അവിടെ നടക്കില്ല. അപ്പം അങ്ങനെ രഹസ്യമായിട്ട് ഒരു കത്ത് എഴുതി എന്ന് പറയുമ്പോൾ അത് പൾസർ സുനി എന്നുള്ള ആൾ പറഞ്ഞിട്ട് ഒരു സഹതടവുകാരനായിട്ടുള്ള വിപിൻ ലാൽ എഴുതി ഒരു സീലുള്ള കടലാസിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആ സീലിൻ്റെ ഡേറ്റിനകത്ത് എനിക്ക് തോന്നുന്നു ഏപ്രിൽ 2017 ആയിരുന്നു എന്നാണ് ഓർമ്മ. അതിനകത്ത് ഒപ്പ് വെച്ചിട്ടില്ല. പക്ഷേ ഇത് സുനി എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. കാശ് തരാമെന്ന് പറഞ്ഞല്ലോ, ആ കാശ് എനിക്ക് 5 പ്രാവശ്യമായിട്ട് തന്നാൽ മതി, അത്യാവശ്യമായിട്ട് എനിക്ക് 300 രൂപ അയച്ചു തരണം മണി ഓർഡറായിട്ട് എന്നൊക്കെ പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് ആ സമയം പടർന്നിരുന്ന കഥ എന്ന് പറയുന്നത് 1.5 കോടി രൂപയുടെ കൊട്ടേഷനാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 2012-ലോ 2013-ലോ അങ്ങാണ്ട് ഏൽപ്പിച്ചിരുന്നത് ഇവനെ. സമയമൊത്ത് വന്നപ്പോൾ 4 വർഷത്തിന് ശേഷം ഈ കൊട്ടേഷൻ നടത്തുകയും അതിനനുസരിച്ച് ഒരു 10,000 രൂപ അയാൾക്ക് അഡ്വാൻസ് കൊടുത്തു എന്നും ആ 10,000 രൂപ എങ്ങനെ വന്നു എന്നുള്ളതിന് അയാളുടെ കയ്യിൽ വന്നോ എന്നുള്ളതിന് യാതൊരു തെളിവും ഇല്ലാത്തത് കൊണ്ട് അത് അയാളുടെ അമ്മയുടെ പേരിൽ ഒരു 10,000 രൂപ കുടുംബശ്രീ വഴി വന്നത് ഇങ്ങനെ കൊടുത്തതാണ് എന്ന് പറയുകയും അതെന്തുകൊണ്ട് അമ്മ ഉപയോഗിച്ചു എന്നുള്ളതിന് മറുപടിയില്ല, അതിൽ എത്ര രൂപ ഇവന് കിട്ടിയെന്നുള്ളതിനും മറുപടിയില്ല. അങ്ങനെയൊക്കെയുള്ള കൊഴിഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു സമയമായിരുന്നു. 1.5 കോടിയുടെ ഒരു കൊട്ടേഷൻ ചോദിച്ച ഒരാൾ 4 മാസം ജയിലിൽ കിടന്ന ശേഷം 300 രൂപയാണ് മണി ഓർഡറായിട്ട് ചോദിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം അപഹാസ്യമായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ വിപിൻ ലാലിനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാളെ കൊണ്ട് നിർബന്ധിച്ച് പുറത്ത് പോയതിനു ശേഷം എഴുതിപ്പിച്ചതാണ്. അയാളുടെ ഈ കടലാസയുടെ കയ്യിലുണ്ടായിരുന്നു, അത് പറഞ്ഞത് അയാളോടൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അയാൾ പുറത്ത് പറയാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ പോലീസുകാർ ചേർന്ന് ബലമായി പിടിച്ച് തടഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു രംഗവും നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് കരുതുന്നു. പല ചാനലുകളിലും അത് വന്നു. അയാൾ പറയുന്നുണ്ട് ഉറക്കെ ഇത് പോലീസുകാർ പറഞ്ഞ് ചെയ്യിച്ചതാണ്, ഇത് ഞാൻ എഴുതിയതാണ്, ആക്ടേഴ്സിനൊന്നും പങ്കില്ല എന്നുള്ളത് അയാൾ ഉറക്ക വിളിച്ചു പറയുന്നത് അയാളെ തടഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും.
ഇതൊക്കെ നടന്നത് എനിക്കറിയാം. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സംഭവത്തിൽ ഒരു നടനെ വെറുതെ അങ്ങ് ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നടീനടന്മാരുടെ സംഘടന ചേർന്ന് ഈ സംഭവം അപലപിച്ച ഒരു മീറ്റിങ്ങിന്റെ ഇടയിലൂടെ ആദ്യമായി ഒരാൾ ഇതിന്റെ ഗൂഢാലോചനയുടെ പുറകിലുണ്ട് എന്ന് പറയുകയും പെട്ടെന്ന് ഒരു ദിവസം പത്രങ്ങളിലൂടെ ദിലീപ് എന്ന ഒരു ആക്ടറിന്റെ പേര് ഉയർന്നു കേൾക്കാൻ ഇടയാവുകയും ചെയ്തു. ഇത് വളരെ എളുപ്പം സാധിക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ പത്രങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും വേണ്ട, 1-2 പേരെ മതി, അല്ലെങ്കിൽ 10% താഴെയുള്ളവരെ മതി. പക്ഷെ അത് പ്രഗത്ഭരായിട്ടുള്ള പത്രങ്ങളിൽ ജോലി ചെയ്യുന്ന വിശ്വാസ്യതയുള്ള 2 പേരെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ കഥകൾ പറഞ്ഞു കൊടുത്താൽ അവരിത് എഴുതാനോ പറയാനോ തുടങ്ങിയാൽ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് പത്രങ്ങളിലൂടെ വന്നു കഴിഞ്ഞു. വൺസ് ഇറ്റ് ഹാപ്പൻസ്, അതങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അതങ്ങനെ പല വട്ടം നടക്കാറുണ്ട്, പല പ്രാവശ്യം നടക്കാറുണ്ട്. എപ്പോഴൊക്കെ പത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എപ്പോഴൊക്കെ മാധ്യമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴൊക്കെ നടക്കുന്ന സംഭവമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ പത്രങ്ങൾ എന്ന് പറയുന്നത് സ്വതന്ത്രരല്ല, സ്വതന്ത്രമായിട്ട് പറയാനും ചിന്തിക്കാനും അർഹതയുള്ളവരുമല്ല. ഇവരെല്ലാവരെയും ഭരിക്കുന്നവരുണ്ട്, ഇവരുടെയൊക്കെ കൺട്രോളിങ് അതോറിറ്റീസ് ഉണ്ട്. ഇവരുടെയൊക്കെ മുകളിൽ ഒന്നുകിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തി ഉണ്ട്. സമൂഹത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെയൊക്കെ ചിന്തകൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ എല്ലാവരുടെയും വിശ്വാസങ്ങൾ ഒരു വഴിക്ക് തിരിച്ചുവിടാൻ സാധിക്കുന്ന ഒരു മീഡിയമായിട്ടാണ് പത്രമാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത്. ഈ പത്രമാധ്യമങ്ങളിലൂടെ 100% വിശ്വാസ്യത എന്നുള്ള മട്ടിൽ വളരെ കോൺഫിഡൻസോട് കൂടിയിരുന്ന് നല്ല ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ പലരും വീണു പോകും. അതിനെപ്പറ്റി അറിവില്ലാത്ത പലരും അത് കേട്ടിട്ട് ശരിയാണല്ലോ, ഇതായിരിക്കും ശരി എന്ന് വിശ്വസിച്ചു പോകും. നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, രാവിലത്തെ ചായയുടെയോ കാപ്പിയുടെയോ കൂടെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാണ് പത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ അതും TV ചാനലുകളും വലിയ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. നമുക്കത് ഒഴിച്ചുകൂടാൻ വയ്യ. അതിൻ്റെ മുമ്പിൽ ഇരുന്നങ്ങ് അതങ്ങ് വിഴുങ്ങുകയാണ്. അതിനകത്തൂടെ കാണുന്ന സകല കാര്യങ്ങളും ശരിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളത് 100% അംഗീകരിക്കുകയാണ് ചെയ്തത്. സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ അത് ശരിയാണോ, ഇതെങ്ങനെ ശരിയാവും എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു അവകാശം കിട്ടുന്നില്ല. കാരണം ഒരു ചർച്ച നടക്കുമ്പോഴും ഒരു വാർത്ത അവതരിപ്പിക്കുമ്പോഴും അതിൻ്റെ രീതി നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതെങ്ങോട്ടാണ് തുടക്കത്തിൽ മുതൽ പോകുന്നത് എന്ന്. ഒരു വാർത്താ അവതാരകന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് സമർത്ഥിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് പറയുന്ന ആരെയും സംസാരിക്കാൻ അനുവദിക്കാറില്ല. സർവീസിലിരിക്കെ പല പ്രാവശ്യം ഇതുപോലെ ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ വിട്ടിത്തം കൊണ്ട് പങ്കെടുത്തതാണ്. എനിക്ക് അനുഭവം നേരിട്ടുള്ളതാണ്. ആരും നമ്മളെ സംസാരിക്കാൻ സമ്മതിക്കില്ല. അവർ പറയുന്നതനുസരിച്ച് തികച്ചും ശരിയാണ്, 100% ശരിയാണ്, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ 5 മിനിറ്റ് സംസാരിക്കാൻ അവകാശം തരും. അതിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ അപ്പം ടപ്പെന്ന് നിർത്തി വിഷയം മാറ്റി വേറെ ആരോടെങ്കിലും പോകും. നമുക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈക്ക് മ്യൂട്ട് ചെയ്യും. ഇതൊക്കെ കൊണ്ടാണ് അവസാനം ഞാൻ വാർത്താ ചാനലുകളിലൊന്നും ചർച്ചകൾക്ക് പോകാതെ ആകാൻ തുടങ്ങിയത്. എല്ലാവർക്കും വേണ്ടത് ഇതുപോലെയുള്ള വിവാദങ്ങളാണ്, കൊഴുപ്പിക്കുന്ന ഗോസിപ്പുകളാണ്. എല്ലാവർക്കും അവരുടെ റേറ്റിംഗ് കൂട്ടാനും ഇൻ ടാം എന്നൊക്കെ പറയുന്ന കുറേ റേറ്റിംഗ്സ് ഉണ്ട്. അതൊക്കെ കൂടി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഗോസിപ്പി ആയിട്ടുള്ള വാർത്തകൾ ഉണ്ടാക്കി അതിൻ്റെ പുറകെ നടന്ന് അതിന് പ്രാധാന്യം ഉണ്ടാക്കിയാണ് ഒരു റേറ്റിംഗ് അവർ കാൽക്കുലേറ്റ് ചെയ്യുക. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 10 പ്രതികളുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. പെട്ടെന്നൊരു ദിവസം ഒരു വഴിത്തിരിവിലേക്ക് വരികയും ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഇതിൻ്റെ പുറകിലുണ്ട് എന്നും പൾസർ സുനിക്ക് കാശ് കൊടുത്ത് ഇതിനെ ചെയ്യിച്ചതാണ് എന്നുള്ള രീതിയിലേക്കും വരുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയുള്ള കാര്യമാണ്. അതെനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ ഒരു കാര്യം ഇയാൾ ചെയ്യുവോ എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു.